الحمد لله الذي بنعمته تتم الصالحات ومنه وفضله تتنزل الخيرات والبركات. نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل وأكرمنا خير نبي أرسل وجعلنا خير أمة أخرجت للناس تأمرون بالمعروف وتنهى عن المنكر. ونشهد أن سيدنا وحبيبنا وقائدنا وأسوتنا ومعلمنا محمدًا عبده ورسوله، أدى الأمانة وبلغ الرسالة ونصح الأمة، وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فإن أحسن الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس، أوصيكم وإياي بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه الأنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്ത് സംരക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷങ്ങളാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഒന്ന്, അള്ളാഹുവിനെ നോമ്പുകാരനായി കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. മറ്റൊന്ന് ഇഫ്താറിൻ്റെ സമയത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ലിസ്സായിമി ഫർഹത്താനി യഫ്റഹുഹുമ ഇദാ അഫ്തറ ഫരിഹ വ ഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. എത്ര മനോഹരമായിട്ടാണ് നോമ്പുകാരനെക്കുറിച്ച് ഈ ഒരു വർത്തമാനം പറഞ്ഞത്.
യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്ന സമയത്ത്, ആനന്ദത്തിൻ്റെ സമയത്ത്, ആ വിജയത്തിൻ്റെ സമയത്ത് ആ വിജയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് മക്ക ഫതഹിൻ്റെ സമയത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. അങ്ങേക്ക് പക്ഷാതപിച്ച് മടങ്ങുക, അവൻ്റെ പ്രകീർത്തനങ്ങൾ, അവനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രകീർത്തനങ്ങൾ നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ഇസ്തിഗ്ഫാർ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമെന്ന് പറയുന്നത് ഓരോ മുഅ്മിനും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മൾ നിശയുടെ നിശബ്ദതയിൽ അള്ളാഹുവിലേക്ക് കൈകളുയർത്തിക്കൊണ്ട് കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് അവനോട് ചോദിക്കുകയായിരുന്നു, അവനോട് പറയുകയായിരുന്നു. ഒരുപാട് തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞു. അങ്ങനെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യ പൂർത്തീകരണത്തിന് ശേഷം ഇതാ സന്തോഷത്തോടുകൂടി നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സന്തോഷത്തിൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൽ നിന്നുള്ള പൊറുക്കൽ ലഭിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവർക്കും പുറത്തു കൊടുക്കുവാൻ സാധിക്കണം. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കവിതയിലൂടെ നിരന്തരമായി ആക്ഷേപിച്ചിരുന്ന കഅബ് എന്ന് പറയുന്ന ഒരു കവിയെക്കുറിച്ച് നമുക്കറിയാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്ന ആ പാട്ടുകളിലെല്ലാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിഹസിക്കുകയായിരുന്നു. നിരന്തരമായിട്ട് പ്രവാചകനെ നിന്ദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ഷേപ കവിതകളായിരുന്നു അദ്ദേഹം രചിക്കപ്പെട്ടിരുന്നത്. ഇങ്ങനെയുണ്ടായിരുന്ന അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് ഖുഐല എന്ന് പറയുന്ന ആ കുലക്കാരൻ്റെ കൂടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചിട്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് വരുന്നു. എങ്ങനെയാണ് വരുന്നത്? സുഹൈറിൻ്റെ മകൻ കഅബ് വിശ്വാസിയായിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നത്. വേഷം മാറിക്കൊണ്ടാണ് വരിക്കുന്നത്. അദ്ദേഹം നല്ല തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ താടി അല്പം നീട്ടിയിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഇതാ സുഹൈറിൻ്റെ മകൻ കഅബ് വിശ്വാസിയായിരിക്കുന്നു, അദ്ദേഹത്തിന് താങ്കൾ പുറത്തു കൊടുക്കുമോ എന്ന് അവിടുന്ന് ചോദിച്ചു. പുറത്തു കൊടുക്കാതെ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ താടി എടുത്തു മാറ്റുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ തലപ്പാവ് എടുത്തു മാറ്റുകയായിരുന്നു. അതാണ് കഅബ് ഞാൻ തന്നെയാണ്, ആ കഅബ് സുഹൈറിൻ്റെ മകൻ കഅബ് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്. ആ കെട്ടിപ്പിടിച്ച ഉടനെ തന്നെ അങ്ങ് കഅബ് പാടുകയാണ്, ഇന്നർ റസൂലന നൂറൻ യസ്തല്ലാഹു ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലും. പ്രവാചകൻ്റെ ഒരു നിറദീപം, വെളിച്ചത്തിൻ്റെ ഒരു പൂമരമാണ് എന്ന് പറഞ്ഞിട്ട് തിളക്കമാറുന്ന ഒരു ഇന്ത്യൻ വാളുകൾക്കിടയിൽ തന്നെ ദൈവത്തിൻ്റെ ഊരിപ്പിടിച്ച ഒരു വാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രകീർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അള്ളാഹുവിൽ നിന്ന് പുറത്ത് ലഭിക്കണം. പക്ഷേ മനുഷ്യരായ ആളുകൾക്ക് പുറത്തു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല. യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് എല്ലാവർക്കും പുറത്തു കൊടുത്തുകൊണ്ട് വിശാല ഹൃദയമായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ വിജയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത്. കാരണം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിനത്തിൽ നിർബന്ധമാക്കുന്ന ഒരു കർമ്മം മാത്രമാണ്, അത് ഫിത്ർ സക്കാത്താണ്. എങ്ങനെയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കുന്നത്? അതായത് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കുന്നത് നമ്മൾ പറഞ്ഞു, മറ്റുള്ള എല്ലാ അമലുകൾക്കും പ്രതിഫലം നിശ്ചയിക്കുവാൻ മനുഷ്യർക്ക് സാധിക്കും. പക്ഷേ നോമ്പിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ് അതിന് പ്രതിഫലം നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്ന നോമ്പിൽ എല്ലാ അപാകതകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അപാകതകൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ആ ഫിത്ർ സക്കാത്ത് ഒരു നോമ്പുകാരൻ്റെ ആത്മീയമായ വിശുദ്ധി വീണ്ടെടുക്കുവാനുള്ള ഒരു ചര്യയായിക്കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് ഭക്ഷണമായി കൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. ജഅല അല്ലാഹു അസ്സ വജൽ തുറത്തുൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസി ഖബല സ്വലാത്തുൽ ഈദ്. ഈദ് മുസല്ലയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട്, ഈദ് ഗായിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വിഭവങ്ങളിൽ നിന്ന് ഒരു നിശ്ചിത
നിശ്ചിത പങ്ക് നിങ്ങൾ അയൽവാസിക്ക് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തതിന് ശേഷം അത് അടിമക്കാവട്ടെ, അത് ജനിച്ച ഒരു കുട്ടിക്കാവട്ടെ, ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഈദ്ഗാഹിലേക്ക് വരേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് പള്ളികളിലിരുന്ന് എഴുത്തികാഫിലിരുന്ന ഒരു വ്യക്തിയോടാണ് പറയുന്നത്, ഇനി നിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിലൂടെയാണ്. നിന്റെ പ്രവർത്തനം എന്നുള്ളത് ജനങ്ങൾക്കിടയിലാണ്. ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. പട്ടിണി പാവങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈദ്ഗാഹിലേക്കും മുസല്ലയിലേക്കും കയറി വരുന്ന വിശ്വാസിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ ഒരു വഴിയിലൂടെ കടന്നു വരും, തിരിച്ചു പോകുമ്പോൾ വ്യത്യസ്ത വഴികളിലൂടെയാണ് നിങ്ങൾ പോവേണ്ടത്. രണ്ടും ഒരു വഴിയാകാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു രീതിയിൽ കടന്നു വന്നുകൊണ്ടാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതാ നന്ദിയോടുകൂടി വളരെ ആത്മാർത്ഥമായി കൊണ്ടാണ് ഇവിടെ തക്ബീർ ധ്വനികൾ ഉയർത്തുന്നത്. അതായത് സന്തോഷത്തിൻ്റെ വേളയിൽ പോലും അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുക എന്നുള്ളതാണ് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നാഥനെ ഓർത്തുകൊണ്ടിരിക്കുക, നിങ്ങൾ നാഥനെ ഓർത്തുകൊണ്ടിരിക്കുക. ആ നാഥനെ ഓർക്കേണ്ടത് ജനങ്ങളുമായി കൊണ്ട് ഇടപഴകിക്കൊണ്ടായിരിക്കണം, ജനങ്ങളിലേക്ക് നിങ്ങൾ ചെന്നുകൊണ്ടായിരിക്കണം, ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം, സേവിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഭരണത്തിൻ്റെ രണ്ടാം ഖലീഫയായിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തനം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ ഖലീഫ സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എല്ലാ ഇടങ്ങളിലേക്കും സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അസ്ലം എന്ന് പറയുന്ന സഹോദരനെയും കൂട്ടിയിട്ട് രാത്രി നടന്നു പോകുകയാണ്. നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നിട്ട് മാതാവിനോട് ചോദിക്കുകയാണ്, അല്ലയോ മാതാവേ, എന്തിനാണ് ഈ കുഞ്ഞുമക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടുന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മാതാവ് പറയുന്ന വർത്തമാനമുണ്ട്. അതായത് വിശന്ന് പൊരിയുന്ന വയറുമായി ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണ് എൻ്റെ പിഞ്ഞുമക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ അസ്ലം എന്ന് പറയുന്ന സഹോദരനെ അവിടെ നിർത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പോകുകയാണ്. വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലുണ്ടായിരുന്ന ഗോതമ്പ് മാവും കൊണ്ടുവരുന്നു. അവിടെ ഉണ്ടാക്കി വെച്ച കറിയും എടുത്തു കൊണ്ടുവരികയാണ്. ആ കറിയും എടുത്തുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു. കൂടെ സ്വന്തം ഇണയെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്വർഗത്തിലേക്ക് പോരണമെങ്കിൽ എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ ചെന്നുകൊണ്ട്, ഈ മാതാവിൻ്റെ വീട്ടിൽ ചെന്നുകൊണ്ട് അടുക്കളയിൽ പ്രവേശിച്ച് പാചകം ചെയ്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കൊടുത്ത് അവർ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് മഹാനായ സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകിയ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ മാതാവിനോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. മാതാവേ, നിങ്ങൾ രണ്ട് കാര്യമാണ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഒന്നാമതായി ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആത്മീയതയുടെ ഉന്നത രൂപം അലങ്കരിച്ചുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മാതാവിനോട് പറയുന്നു, വൃദ്ധയായ മാതാവിനോട് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രണ്ടാമതായിട്ട് ആ മാതാവിന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്, നിങ്ങൾ ഞാൻ ചെയ്തു തന്ന ഈ പ്രവർത്തനം മറ്റാരെയും അറിയിക്കരുത് എന്നാണ് പറഞ്ഞത്. അതായത് ഇദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. ജനങ്ങൾക്കിടയിലൂടെയുള്ള പ്രവർത്തനത്തെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു. അത് ഭരണരംഗത്താണെങ്കിൽ പോലും, അത് പ്രജയാണെങ്കിൽ പോലും, അടിമയാണെങ്കിൽ പോലും, സാധാരണ പൗരനാണെങ്കിൽ പോലും, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടെത്തുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന വലിയൊരു സന്ദേശം, ആത്മീയതയുടെ സന്ദേശം അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരികയായിരുന്നു. ഇങ്ങനെയുള്ള മുന്നോട്ട് പോകുമ്പോഴാണ് തദീനു ലക്കുമുൽ അറബ് വൽ അജം, അറബിയും അനർബിയും നിങ്ങൾക്ക് കീഴ്പ്പെടുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കലിമത്ത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനു ലക്കുമുൽ അറബ് വൽ അജം എന്ന് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് തദീനു ലക്കുമുൽ അറബ് വൽ അജം കീഴ്പ്പെടുന്ന സമയത്ത് സൻഅ മുതൽ ഹളർ മൗത്ത് വരെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. എല്ലാ സ്ത്രീകൾക്കും സഞ്ചരിക്കുവാൻ സാധിക്കും. ആ സഞ്ചരിക്കുന്ന വേളയിൽ ഒരു ആട്ടിൻ പറ്റത്തെ കടിക്കുന്ന ചെന്നായി അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതിരിക്കില്ല എന്ന് പറയുന്ന ഈ ഒരു ഇസ്ലാമിക കൾച്ചറിനെയാണ് ഇന്ന് ലോകം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനാണ്. നമുക്കറിയാം, ഒരു വസ്തുവിനെ വെള്ളത്തെ പേടിയുണ്ടെങ്കിൽ ആർക്കാണോ പേടി അവരെയാണല്ലോ ചികിത്സിക്കുക. ഒരു കരണ്ടിനെ പേടിയുണ്ടെങ്കിൽ ആർക്കാണോ പേടി അവരെയാണോ ചികിത്സിച്ചു കൊണ്ടിരിക്കുക. ഇടിയെ പേടിയുണ്ടെങ്കിൽ ആർക്കാണോ പേടി അവരെയാണല്ലോ ചികിത്സിക്കുക. പക്ഷേ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുമ്പോൾ, ഇസ്ലാമിനെ പേടിയുണ്ടാകുമ്പോൾ ഇസ്ലാമിനെയാണല്ലോ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത്.
എന്ത് ആഭാസത്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിനെ ചികിത്സിക്കുന്നു, എങ്ങനെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സിനിമയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ മീഡിയ ഉപയോഗപ്പെടുത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇസ്ലാമിൻ്റെ മുസ്ലിം നാമധാരികളായ ആളുകളും അങ്ങനെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫാസിസത്തിൻ്റെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നാനാ തുറകളിൽ നിന്ന് ലഭിക്കുന്ന ഓരോ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മഹിതമായ നിർഭയത്വത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നീതിയുടെ ഈ സന്ദേശത്തെ ഇന്ന് ഒരു ഭയത്തിൻ്റെ മേഖലയായിക്കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ബീഫ് കഴിക്കുന്നു എന്ന്, അവരുടെ ഫ്രീസറിൽ ബീഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവരെ കൊന്നെടുക്കുകയാണ്. അങ്ങനെ അഖ്ലാഖിനെ നമുക്ക് അറിയാം, അത് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അസ്മദ് ഖാനെ നമുക്ക് നഷ്ടപ്പെടുകയാണ്, ഫഅലൂ ഖാനെ നമുക്ക് നഷ്ടപ്പെട്ടു, റിയാസ് മൗലവിയെ നമുക്ക് നഷ്ടപ്പെടുകയാണ്, കൊടിഞ്ഞി ഷഹീദ് ഫൈസലിനെ. എന്താണ് ഇവിടുത്തെ സംവാദാത്മകമായ അന്തരീക്ഷത്തിന് പകരം ഒരു കലുഷിതമായ അന്തരീക്ഷത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് ഏക ശബ്ദത്തിന് മാത്രം ഇടമുള്ളൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇരകളായിക്കൊണ്ട് അടുത്ത കാലത്ത് ഇരകളാക്കപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ്, ഷഹീദുകളായ ആളുകളുടെ പേരാണ് പറഞ്ഞത്. പക്ഷേ മിഞ്ഞാന്ന് നടന്ന സംഭവം നമുക്കറിയാം. ഹാഫിളായ 2 കുട്ടികൾ, 16 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുട്ടികൾ, ഉമ്മ നൽകിയ 3 വർഷം കൊണ്ട് അവർ ഹാഫിളാക്കിയതിന് ഉമ്മ നൽകിയ സമ്മാനമായ 1500 രൂപ വാങ്ങിക്കൊണ്ട് അങ്ങ് ഡൽഹിയിലേക്ക് പോകുന്നു. പുത്തനുടുപ്പ് സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചാണ് അറിയുന്നത് അവരുടെ കയ്യിൽ ബീഫുണ്ട് എന്ന സംശയം രേഖപ്പെടുത്തുന്നു. അല്ല, ബീഫ് കഴിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ വെച്ച് അവരെ തല്ലിക്കൊല്ലുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെയാണ് ഷഹീദ് ഹാഫിള് ജുനൈദ് അള്ളാഹുവിലേക്ക് യാത്രയാകുന്നത്. അള്ളാഹുവിലേക്ക് യാത്രയാകുന്നു. എത്ര മനോഹരമായ, എത്രമാത്രം ഭീകരമായ അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലെ. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതുമായി കൊണ്ട് വർത്തമാനം പറയുന്നില്ല, അവരാരും ഒന്നും പറയുന്നില്ല. വേണമെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകളെ അത് സീറ്റ് തർക്കമായി കൊണ്ട് ലഘൂകരിക്കുവാനാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സംഭവം. ഇങ്ങനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലുണ്ടാകുന്നത് ഖുബൈബ് ഇബ്നു അദിയ്യ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തൂക്കുമരത്തിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഈത്തപ്പനയിൽ കയറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സന്ധികളിലേക്കും അമ്പുകൾ ഒയ്തുവിട്ട്, ആ അമ്പുകൾ ഒയ്തുവിടുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ചിന്നിച്ചിതറിക്കൊണ്ട് മണലാരണ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറുമെന്ന് ഉറച്ച ബോധ്യമുണ്ടായപ്പോൾ അദ്ദേഹം പാടി, വലസ്തു ഉബാലി ഹീന അഖ്തൽ മുസ്ലിമൻ അല അയ്യ ജംബിങ് കാന ഫില്ലാഹി മസ്റഇ. അദ്ദേഹം പാടുകയാണ്, നാഥ, അദ്ദേഹം പാടുന്നു, ഞാൻ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് മരിക്കുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഈ മണലാരണ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്നിച്ചിതിറിയാലും അവയെ എല്ലാം ഒരുമിച്ച് കൂട്ടുവാൻ സാധ്യമാകുന്നു എന്ന, അതിനൊക്കെ സാധിക്കുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നായിരുന്നു ആ തൂക്കുമരത്തിലേക്ക് ഖുബൈബ് ഇബ്നു അദിയ്യ് റളിയല്ലാഹു അൻഹു പ്രവേശിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ മരണവും ഓരോ ഫാഷിസ്റ്റ് ശക്തികളുടെയും കൈകളാലുള്ള മരണം എന്ന് പറയുന്നത് അത് സ്വർഗത്തിലേക്കുള്ള പോക്കാണ്. പക്ഷേ അങ്ങനെ പോകുമ്പോഴും ഇസ്സത്തോടുകൂടി ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും വളരെ വളരെ ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഉഹുദിൻ്റെ രണാങ്കളത്തിൽ പരാജയം മണുത്തറിയുന്ന സമയത്ത് അവിടെ നിന്ന് വിജയത്തിൻ്റെ ഒരു നിമിഷം കടന്നു വന്നപ്പോൾ യുദ്ധമുതലുകൾ വാരിക്കൂട്ടുവാൻ വേണ്ടി പ്രവാചകന്റെ അനുചരന്മാർ ഓടി നിൽക്കുന്ന സമയത്താണ് അങ്ങ് മലമുകളിൽ നിന്ന് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ വധിക്കുവാൻ നിൽക്കുന്ന സന്ദർഭത്തെ കാണുകയുണ്ടായി. അവിടുന്ന് മുസ്അബ് ഓടി വരികയാണ്. മുസ്അബ് ഓടി വന്നുകൊണ്ട് അവിടെ നിലത്ത് വീണ കൊടിയെടുത്തുകൊണ്ട് മുസ്അബ് വലത് കൈയിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ശത്രു അദ്ദേഹത്തിൻ്റെ വലത് കൈ അറുത്തു മാറ്റുകയാണ്. ആ കൊടി അദ്ദേഹം ഇടത് കൈയിലേക്ക് പിടിച്ചു, ഇടത് കൈയും അറുത്തു മാറ്റി. അങ്ങനെ തൂങ്ങി നിൽക്കുന്ന തൊലിയിൽ മാത്രം ബന്ധിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നെഞ്ചിലേക്ക് അദ്ദേഹം ശത്രുവിൻ്റെ അമ്പെയ്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു അബലനായിക്കൊണ്ട്, സബലനായിക്കൊണ്ട്, ദുർബലനായിക്കൊണ്ട് നിൽക്കേണ്ടവനല്ല. ഒരു നിസ്സഹാവസ്ഥയിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധീരമായി മുന്നോട്ട് വന്നുകൊണ്ട് രാഷ്ട്രീയ ബോധത്തോടുകൂടി മുന്നോട്ട് വന്നുകൊണ്ട് നിൽക്കേണ്ടവനാണ് എന്ന ഒരു സുന്ദരമായ
സന്ദേശമാണ് യഥാർത്ഥത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു നമുക്ക് മുന്നിൽ പഠിപ്പിച്ചു തന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സൂചിപ്പിച്ചു വരുന്നത് നമുക്ക് ഇസ്സത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കേണ്ടതുണ്ട്. ലോകം എല്ലാത്തിനെയും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ലോകത്തെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി ലോക പോലീസുകളായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേലും അമേരിക്കയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. നമുക്കറിയാം പരിശുദ്ധ ഹറമിനെക്കുറിച്ച്, ആ ഹറമിൻ്റെ സംഭവ വികാസങ്ങളെക്കുറിച്ച്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചറിയാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ വലിയ ഒരു രീതിയിൽ നമ്മോട് ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ഹറമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണ ആരുടെയും കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതില്ല. കാരണം വിശ്വാസം വേണ്ടതുണ്ട്, പ്രവർത്തനം വേണ്ടതുണ്ട്. ഹാജിമാർ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നുണ്ട്, അതിനെ പരിപാലിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുകളുടെ കൂട്ടത്തിൽ അതേ ആളുകളെ പോലെ തന്നെ ഇവരും ആകുമെന്നാണോ നിങ്ങൾ ധരിച്ചു കൊണ്ടിരിക്കുന്നത്? ലാ യസ്തവിയൂന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത് സമമല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് അവർ സമമല്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകില്ല. നമുക്കറിയാം പരിശുദ്ധ റമദാനിൻ്റെ സുന്ദര നിമിഷങ്ങളിലായിരുന്നു ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള അവിടേക്കുള്ള വെള്ളം, അവിടേക്കുള്ള പാല്, അവിടേക്കുള്ള പാത, അവിടേക്കുള്ള മാർഗത്തിലുള്ള പാത, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളെ തടഞ്ഞു നിർത്തുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടത്. ഇത് നമ്മൾ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ശത്രുവിനെതിരെ പോരാടേണ്ട ഒരു ഇടമാകുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. അങ്ങനെയാകുമ്പോൾ അങ്ങ് ഇസ്രായേൽ തന്നെ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും മുദ്രകളണിഞ്ഞുകൊണ്ട് ഒരുപാട് കാലങ്ങളായി മുദ്ര അടിഞ്ഞ ഡോക്ടർ യൂസുഫുൽ ഖർദാവിക്ക് വീണ്ടും തീവ്രവാദത്തിൻ്റെ മുദ്ര കൊടുക്കുകയാണ്. അങ്ങ് ഫൈസൽ അവാർഡ് ലഭിക്കണം മുമ്പാണ് ചാവാർ ആക്രമണത്തിൽ മരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഷഹീദായി മരിക്കുകയാണ് എന്ന ഫത്വ അദ്ദേഹം പുറപ്പെടുവിപ്പിച്ചത്. ഫലസ്തീനിൽ സ്വന്തം ജന്മനാടിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ പോരാട്ട ഭൂമിയിൽ മരിച്ചു വീഴുമ്പോൾ അവർ ശുഹദാക്കളാണ് എന്ന ഫൈസൽ അവാർഡ് നേടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ യുവത്വ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഫത്വ പുറപ്പെടുവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വീണ്ടും അദ്ദേഹത്തെ തീവ്രവാദിയാക്കുകയാണ്, ഭീകരവാദിയാക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് ശവ്വാലിലേക്ക് പ്രവേശിച്ച ഇനിയുള്ള 11 മാസങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ യൂസുഫുൽ ഖർദാവി നമുക്ക് നൽകിയ വലിയ ഒരു ഉപദേശത്തെ കൈമുതലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ഈദ് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. ഫയ്യാ അഖുൽ മുസ്ലിമി കുൻ മഅൽ ഹിദായത്തി ഇന്നല്ലാഹ യുഹിബ്ബു ത്വഅത ഫീ കുല്ലി സമാനിൻ വയക്റഉൽ മഅസിയതി ഫീ കുല്ലി അവാനിൻ വറബ്ബർ റമളാൻ ഫീ റബ്ബിശ് ശവ്വാൽ വഹുവ ദുൽ ഖഅദ വറബ്ബുസ് സാഇരി ശുഊർ. യൂസുഫുൽ ഖർദാവി പറഞ്ഞു തരുന്നത്, നിങ്ങൾ അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത്. ആ അള്ളാഹു എല്ലാ സമയത്തേക്കുമുള്ള അള്ളാഹുവാണ്. അതുപോലെ തന്നെ അത് റമദാനിൻ്റെ റബ്ബാണ്, ശവ്വാലിൻ്റെ റബ്ബാണ്, എല്ലാ മാസങ്ങളുടെയും റബ്ബാണ്. അതുകൊണ്ട് കുൻമ അല്ലാഹി അബദൻ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻതു, നിങ്ങൾ എവിടെയാണെങ്കിലും ആ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക. ഫി അയ്യി മകാനിൻ കുൻത വഫി അയ്യി സമാനിൻ കുൻത വഅലാ അയ്യി ആലിൻ കുൻത, നിങ്ങൾ ഏത് അവസ്ഥയിലാവട്ടെ, ഏത് സ്ഥലത്താവട്ടെ, ഏത് സന്ദർഭങ്ങളിലാവട്ടെ, ഈ എല്ലാ ഇടങ്ങളിലും നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ സാധിക്കണം. അത് ഒരു മാസത്തേക്ക്, ഒരു ദിനത്തേക്ക്, ഒരു സന്ദർഭങ്ങളിലേക്ക് മാത്രം മാറ്റിവെക്കാതെ എല്ലാ ഇടങ്ങളിലും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ, അള്ളാഹുവിനെ കാത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടേതായ എല്ലാവിധ തിരിച്ചറിവിൽ നിന്നും ആ തിരിച്ചറിവ് വീണ്ടെടുത്തുകൊണ്ട് നേരായ പാതയിലൂടെ, സമരപാതയിലൂടെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കൊണ്ട് ആ അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളായിക്കൊണ്ടാണ് നമുക്ക് ജീവിക്കുവാൻ സാധിക്കേണ്ടത്. അങ്ങനെയുള്ള ധീര മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ. നാഥ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ
നിരന്തരമായി ചെയ്തവരാണ്. ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും നീ പുറത്തു കൊണ്ട് നാഥ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിലുള്ള അബദ്ധങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് നാഥ. നീ അതെല്ലാം പുറത്തു നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ നിർവഹിച്ച സ്വലാത്തുകൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളെ എല്ലാ അമലുകളും നീ സ്വാലിഹായ അമലുകളായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥ. ദുർബലരായ വ്യക്തികളാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ എല്ലാവിധ ദുർബല്യങ്ങളും നീ പരിഹരിച്ചു കൊണ്ട് നാഥ. ഞങ്ങളിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് നാഥ. അവരെല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ലഘൂകരിച്ചു കൊടുക്കുന്ന നാഥ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു കൊണ്ട നാഥ. ഞങ്ങളുടെ പാപങ്ങളുടെ പേരിൽ ഞങ്ങൾ നീ അപമാനിക്കല്ല നാഥ, നിന്ദിക്കല്ല നാഥ, ശപിക്കല്ല നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകാതിരിക്കല്ല നാഥ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് നേരത്തെ നിന്നിലേക്ക് യാത്ര തിരിച്ച ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം ഈ പെരുന്നാൾ ആഘോഷിച്ച ആളുകൾ, നോമ്പിൻ ഞങ്ങളോടൊപ്പം ഉണ്ടായ ആളുകൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല നാഥ. അവരുടെ എല്ലാവരുടെയും ബർസഖയായ ജീവിതം സ്വർഗ്ഗതുല്യമായ ജീവിതമാക്കി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ നാഥ, അവരെ എല്ലാവരും അധിക ആളുകളും നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് നാഥ. അവരുടെ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം സ്വർഗ്ഗതുല്യമായ ജീവിതമാക്കി അനുഗ്രഹിക്കണേ നാഥ. അവരെയും ഞങ്ങളെയും നിന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. നാഥ, ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കരകയറ്റണേ നാഥ. നാഥ, മിഞ്ഞാന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള സഹോദരൻ ഷഹീദ് ജുനൈദ് നാഥ, അള്ളാഹുവേ അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യണേ നാഥ. അള്ളാഹുവെ അദ്ദേഹത്തിന് അനുഗ്രഹിക്കണേ നാഥ. ഒരുപാട് ആളുകൾ, നിരപരാധികളായ ആളുകൾ ജയിലിൽ ചെയ്തു പോയ തെറ്റെന്തെന്നറിയാതെ ജയിലുകളിലാണ് നാഥ. അവർ ഇന്ന് ഈദ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ജയിലുകളിൽ വെച്ചാണ് നാഥ. നാഥ, അവർ വളരെ വേഗത്തിൽ മോചിപ്പിക്കുവാനുള്ള അവസരം അവർക്ക് നീ പ്രദാനം ചെയ്യണേ നാഥ. അവരുടെ കുടുംബത്തിൽ അവർ ജയിലിലായതിൻ്റെ പ്രയാസങ്ങളുണ്ട് നാഥ. ആ പ്രയാസങ്ങൾ നീ ലഘൂകരിച്ചു കൊടുക്കുന്നാഥ. അവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കുന്നാഥ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നീ അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്നാഥ. മുസ്ലിം പണ്ഡിതന്മാർക്ക് ദിശാബോധം നൽകണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الفسق والفاسقين. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم دمر أعداءك وأعداء دينك يا رب العالمين. اللهم انصر المجاهدين في كل عالم. اللهم انصر المجاهدين في سائر العالم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر، الله أكبر، الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. എല്ലാവർക്കും ഇത് ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.